ശബരിമലയിൽ KSRTC ബസ് കത്തി നശിച്ചു. പമ്പയിൽ നിന്ന് നിലയ്ക്കലേക്ക് പോയ ബസ്സാണ് കത്തി നശിച്ചത്. ബസ്സിൽ യാത്രക്കാരില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ഗോകുൽ രമേശിന്റെ വിശദാംശങ്ങളുമായി. ഗോകുൽ, ഈ ബസ്സിൽ ആളുകളില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. എന്നിരുന്നാൽ തന്നെയും എങ്ങനെയാണ് ഇങ്ങനെയൊരു അപകടമുണ്ടായത്? അതിന് അല്പസമയം മുമ്പായിരുന്നു ശബരിമലയിലെ ഇത്തരത്തിൽ KSRTC ബസ് തീ പിടിച്ച് അപകടത്തിൽപ്പെടുകയുണ്ടായത്. നിലവിൽ പമ്പയിലെത്തി ആളെ ഇറക്കിക്കിട്ട് അതിനുശേഷം പമ്പയിൽ നിന്നും നിലയ്ക്കലേക്ക് പോയിക്കൊണ്ടിരിക്കവെയാണ് ഇത്തരത്തിൽ പമ്പ നിലയ്ക്കൽ പാതയിൽ വെച്ച് ബസ്സിന് തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സമയം ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. യാത്രക്കാരില്ലായിരുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ അപകടം ഒഴിവാക്കാനായിട്ട് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ബസ്സിന്റെ ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ആയിരിക്കാം അപകട കാരണമെന്നാണ് നിലവിൽ പോലീസ് നൽകുന്ന വിശദീകരണം. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധന ഫയർഫോഴ്സിന്റെയും ഒപ്പം KSRTC അധികൃതരുടെയും ഭാഗത്തു നിന്നും നടന്നു വരികയാണ്. നിലവിൽ തീ ഉണ്ടായത് പടർന്നു തുടങ്ങിയപ്പോൾ തന്നെ ഡ്രൈവർ ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് രണ്ടുപേരും പെട്ടെന്ന് പുറത്തിറങ്ങിയതുകൊണ്ട് തന്നെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെടാനായിട്ട് സാധിച്ചു. ഒപ്പം ഇവിടെ നിന്നും 3 യൂണിറ്റ് അഗ്നിരക്ഷാ സേന എത്തിയിട്ടാണ് ബസ്സിന്റെ തീ പൂർണ്ണമായിട്ടും അണയ്ക്കാനായിട്ട് സാധിച്ചത്. ഈ അപകടത്തിൽ ബസ് പൂർണ്ണമായിട്ടും കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ കാനനപാതയിൽ അല്ലെങ്കിൽ ഈ പാതയിലൊക്കെ തന്നെ കൃത്യമായിട്ട് ഫയർഫോഴ്സിന്റെയും ഒപ്പം പോലീസിന്റെയും ഒക്കെ തന്നെ പെട്രോളിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ഈ ഭാഗത്തേക്ക് തീ പിടിച്ച സമയം തന്നെ അങ്ങോട്ടേക്ക് എത്താനായിട്ട് യൂണിറ്റുകൾക്ക് സാധിക്കുകയും പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. പക്ഷേ ബസ് പൂർണ്ണമായിട്ടും അഗ്നിയിൽ കത്തി നശിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അപകടം ഉണ്ടാകാതിരുന്നത് വലിയ ആശ്വാസകരമായ ഒരു സംഭവമായി. ശരി, ഗോകുൽ രമേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.